മലയാളികൾ ഇപ്പോൾ കാണുന്ന ഒരു ചിത്രമുണ്ട്, ആടുജീവിതം. മരുഭൂമിയിൽ അകപ്പെട്ടു പോകുന്ന നജീബിന്റെ ജീവിതമാണ്. ദീർഘകാലം നജീബ് അവിടെ കഴിയേണ്ടി വന്നു. എന്നാൽ ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ റഷ്യയിൽ കുടുങ്ങിപ്പോയി ജീവൻ തന്നെ തിരികെ കിട്ടുമോ എന്ന ആശങ്കയിലായ കുറച്ച് ആളുകൾ. അതിൽ ഒരാൾ പ്രിൻസ് റഷ്യയിലേക്ക് ജോലി തേടി പോയതാണ്, സെക്യൂരിറ്റി ജോലിക്ക് പോയതാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ തിരിച്ചു വരാൻ പോലും കഴിയുമോ എന്ന ആശങ്ക ഉണ്ടായ നിമിഷങ്ങളാണ്. നിങ്ങളെപ്പോലെ ഞങ്ങളും നിങ്ങളുടെ മോചനത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചത്? ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇവിടെ തിരിച്ചെത്തുമെന്ന് പറഞ്ഞുള്ളത്. അപ്പം ഞങ്ങളെ ഒരാളെ പറ്റിച്ചാണ്, പ്രിയ എന്ന് പറഞ്ഞ ആള്. സെക്യൂരിറ്റി ജോലിന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവിടെ യുദ്ധഭൂമിയിലാക്കി ആക്കി. അലക്സ് എന്നാണ് റഷ്യയിലെ ഏജന്റ്. അപ്പൊ ആളാണ് അവിടുത്തെ എല്ലാ കാര്യം ചെയ്യുന്നത്. നിങ്ങളെ കൊണ്ടുപോകുന്ന സെക്യൂരിറ്റി ജോലി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നത് ഇവിടുന്ന് നേരെ റഷ്യയിലോട്ട് എത്തുകയാണ്. എത്തി ഉടനെ അളന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി അലക്സ് എന്ന് പറഞ്ഞ ആൾ വന്നായിരുന്നു. മലയാളിയാണ്. അവിടെ നിന്ന് നേരെ ഒരു ഫ്ളാറ്റിലോട്ട് കൊണ്ടുപോയി. അവിടെ നിന്ന് നേരെ കോസ്റ്റ്റോം എന്ന സ്ഥലത്ത് കൊണ്ട് അവിടെ കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിച്ച് പിന്നെ അവിടെ നിന്ന് ഡയറക്റ്റ് ക്യാമ്പിലോട്ട് കൊണ്ട്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് ആർമിയാണ്, ആർമി ക്യാമ്പാണ്. അതായത് ഉക്രൈൻ റഷ്യ യുദ്ധഭൂമിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഫസ്റ്റില്ല റഷ്യയിൽ ക്യാമ്പിലാണ്. ഉക്രൈനിലോട്ട് പോണത് പിന്നെയാണ്. ഉക്രൈനിൽ അവിടെ റഷ്യയിലോട്ട് പോയി ക്യാമ്പിലോട്ട് പോകണേ നമ്മുടെ ഫോണും പാസ്പോർട്ടൊക്കെ അവർ ബാഗ് വെച്ചിട്ട് 23 ദിവസത്തെ ട്രെയിൻ തന്നിട്ട് ഡയറക്റ്റ് വാറിലോട്ട് ഉക്രൈനിലോട്ട് പോയി. പിന്നെ പരിക്ക് പറ്റി. എന്തോ ഫയറിംഗിലൊക്കെ അങ്ങനെ. എനിക്ക് ഫസ്റ്റ് ഞാനും വിനീതും ഒരുമിച്ച് തന്നെയായിരുന്നു. വിനീത് എന്ന് പറഞ്ഞാൽ അനിയനല്ലേ? ബ്രദറാണ്. പിന്നെ ടീനു വേറെ ടീമിനായിട്ട് പോവുകയും ചെയ്തു. ഞാനും വിനീതും ഒരുമിച്ചായിരുന്നു. അപ്പോ വാറിന് പോയപ്പോഴും ഒരുമിച്ച് തന്നെയായിരുന്നു. വിനീതിന് പരിക്ക് പറ്റിയില്ലായിരുന്നു. അവൻ ഒരു കുഴിയിലോട്ട് പോയി സേഫായിട്ട് വീഴുന്നായിരുന്നു. എനിക്ക് ഫസ്റ്റിൽ തന്നെ എനിക്ക് വെടിയായിട്ട് ഇവിടെ മാസ്റ്റർ വെടിയായിട്ട്. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാലിൽ ഡ്രോൺ അറ്റാക്ക്, ബോംബ്. അതിനുശേഷം ഞാനും എങ്ങനെയെങ്കിലും കറങ്ങി ചുറ്റി വിനീതിന്റെ കൂടെ പോയി സേഫായി. പാടൊക്കെ അതാണോ ഈ ബോംബ് എന്റെ തീയുടെ ഇതായതാണ്. ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. നല്ല പെയിൻ ഉണ്ട്. അവര് എന്ത് ജോലി അവിടെ തന്നത്? ഈ യുദ്ധമുഖത്ത് നിങ്ങൾ അവരെ ഈ സൈനികരെ സഹായിക്കുന്നതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി? അല്ലല്ല, എല്ലാവർക്കും സെയിം ജോലി. എല്ലാവർക്കും ഈ ആളിനെ കുറെ ആൾക്കാരെ കൊല്ലുന്ന ജോലിയാണ്. ഫുൾ വെടിവെപ്പും. നിങ്ങൾക്ക് വെപ്പൺ തന്നോ, ആയുധം തന്നോ? എല്ലാം ഉണ്ട് നമുക്ക്. AK-47, RPG, RPG-30, ഗ്രനേഡ്, സ്മോക്കർ എല്ലാം ഉണ്ട്. പക്ഷെ ഇത് ട്രെയിൻ ചെയ്യണ്ടേ? ഫയർ ചെയ്യണമെങ്കിൽ നമുക്ക് ട്രെയിൻ ചെയ്യണ്ടേ? അതിനാണ് 23 ദിവസത്തെ ട്രെയിൻ തന്നത്. 23 ദിവസം ഫയർ ആൻഡ് ട്രെയിൻ. ട്രെയിനിങ്, എല്ലാ ട്രെയിനിങ് ഉണ്ടായിരുന്നു. 23 ദിവസം ട്രെയിൻ തന്നിട്ട് ഡയറക്റ്റ് ഉക്രൈനിലോട്ട് വിട്ടതാണ്. പിന്നെ ഇതെങ്ങനെ നിങ്ങൾ അവിടെ ചെന്ന് പെട്ടുപോയെന്ന് മനസ്സിലായി? പിന്നെ എങ്ങനെ ഇത് രക്ഷപ്പെടാനുള്ള ശ്രമം എങ്ങനെ നടത്തിയത്? പെട്ടുപോയെന്ന് മനസ്സിലായി. നമുക്ക് നാട്ടിലിറക്കാൻ ഫോണില്ലല്ലോ. ഒരു ഫോണും പാസ്പോർട്ടും വാങ്ങിച്ചു വെച്ചായിരുന്നു. പിന്നെ എനിക്ക് ഇഞ്ചുറി പറ്റിയതിനു ശേഷമാണ് മോസ്കോയിലോട്ട് തന്നെ വിട്ടത്. കാലിന് പരിക്ക് പറ്റിയോ? 18ഓളം മുറിവുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം ഉണങ്ങി. ഇപ്പൊ കുഴപ്പമില്ല. വേദന. ഇതെങ്ങനെ നിങ്ങൾ എവിടെ നിന്ന് രക്ഷപ്പെട്ട? എങ്ങനെ? എനിക്ക് ഡയറക്റ്റ് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് 30 ദിവസം ലീവ് വന്നായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഞാൻ മോസ്കോയിലോട്ട് പോയി. എംബസി സഹായിച്ച് ഈസി തന്നിട്ട് കയറി വന്നു. അതായത് അവിടുത്തെ സൈനികർക്ക് അറിയാവോ നിങ്ങളെ കൊണ്ടുവരുന്നത് ഈ സെക്യൂരിറ്റി പണിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് സൈന്യത്തിൽ ചേർക്കുന്നതാണെന്ന് അവർക്കറിയാവോ? അല്ലല്ല, അവർക്കറിയില്ല. ഈ അലക്സ് പറഞ്ഞിട്ടാണ് നമ്മൾ അവരുടെ നേരെ നടത്തി പറഞ്ഞിട്ടുണ്ട്. ഇവർ ഇന്ത്യൻ ആർമിയിൽ ചേർന്നിട്ടാണ്. ഓൾറെഡി ട്രെയിനിങ് അറിയാവുന്ന ആൾക്കാരാണ്. അങ്ങനെ പറ്റിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ പറ്റിച്ചു കൊണ്ടുപോകണം. അങ്ങനെയാണ് ആള്. അലക്സ് എന്ന് പറഞ്ഞ ആളാണ്. ഈ അലക്സിന് നിങ്ങൾ പണം കൊടുത്തിരുന്നോ? ഇല്ല. ഈ പ്രിയനാണ് 7 ലക്ഷം രൂപ കൊടുത്തത്. ഈ അലക്സ് എവിടത്തുകാരനാ? കഴക്കൂട്ടംകാരൻ, ട്രിവാൻഡ്രത്തുള്ളത്. മലയാളിയാണ്. പിന്നീട് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും ഇവിടെ നിങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ? അവര് സഹായിച്ചുകൊണ്ടാണ് ഇപ്പൊ എംബസി ഇത്ര ആക്റ്റീവായി നമുക്ക് ഈസി കിട്ടിയത്. ആണ് ഇത്രയും പെട്ടെന്ന് വരാൻ കാര്യം. ഈ അവിടെ എത്ര ദിവസം യുദ്ധ ഭൂമിയിലുണ്ടായിരുന്നത്? എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് പരിക്ക് പറ്റി. പോയ ഉടനെ എനിക്ക് ഫസ്റ്റ് വെടിയേറ്റ്. അല്ലെങ്കിൽ അവിടെ തന്നെ എനിക്ക് കിടക്കേണ്ടി വന്നു. വെടിയേറ്റ് ഞാൻ പിന്നെ എന്റെ അനിയനായിട്ട് എങ്ങനെയെങ്കിലും ഇഴഞ്ഞഴിഞ്ഞ് 3 കിലോമീറ്ററെങ്കിലും ഇഴഞ്ഞഴിഞ്ഞ് മണ്ണടി കൂടി ഇഴഞ്ഞഴിഞ്ഞ് എങ്ങനെ സേഫായി. പിന്നെ വാക്കിട്ടൊക്കെ വിളിച്ച് സ്ട്രക്ചറിന് കൊണ്ടുവന്ന് എന്നെ തൂക്കിയിട്ട് പോയി. ഹോസ്പിറ്റലിലോട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന റേഞ്ചിലാണോ യുക്രൈന്റെ ആളുകൾ നിൽക്കുന്നത്? കാണാൻ പറ്റും. ജസ്റ്റ് 100 മീറ്റർ ഇത്രേ ഉള്ളു. അവിടെ നിന്നാണ് ഫയറിംഗ്? ഫയറിംഗും ബോംബ് അറ്റാക്ക് എല്ലാം ഉണ്ട്. നമ്മളിത് പ്രതീക്ഷിച്ചേ അല്ല പോകുന്നത്? ഇല്ല, നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല. നമ്മൾ പോകുന്ന ടൈമിന് വിചാരിച്ച് നമ്മൾ ട്രെയിനിങ്ങിനായിരിക്കും പോകുന്നത്. പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മൾ ടാങ്കിലൊന്നും വെടി ഇതിന് ശേഷം അറിയുന്നത് വാറാണെന്ന്.
പിന്നെ അവര് തടസ്സമൊന്നും പറഞ്ഞില്ല തിരിച്ച് ഇന്ത്യൻ എംബസി വഴി തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിന് റഷ്യൻ സർക്കാരിന്റെ സൈന്യത്തിന്റെ ഒന്നും തടസ്സമൊന്നും ഉണ്ടായില്ലായിരുന്നു. ഇല്ല അത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. റഷ്യൻ ആൾക്കാർ നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമൊക്കെയാണ്, അവര് ഒരു കുഴപ്പമില്ല. ഇയാളാണ് പറ്റിച്ചത്, ഈ കൊണ്ടുപോയ ആളാണ് ഇങ്ങനെയാണ് പറ്റിച്ചത്. അതിലോട്ട് ചേർന്ന് നമ്മൾ ഇത് ചെയ്തേ പറ്റുള്ളൂ. അവിടെ ഈ ഫുഡ് മരുന്ന് എല്ലാം കിട്ടിയോ? ഹോസ്പിറ്റലെല്ലാം ഉണ്ട്, എല്ലാ ഇതും ഉണ്ട്, എല്ലാം അവരാണ്. ഇനി ഫോണ് സഹിതം അവരാണ് എടുത്തത്. ഇപ്പോ രണ്ടുപേര് ഡേവിഡ് മുത്തപ്പനും പ്രിൻസും ആണല്ലോ ഇങ്ങ് വന്നത്. ഇനിയിപ്പോ അനിയനുണ്ടല്ലേ, അനിയന് പിന്നെ ഒരാളിവിടെ ഉണ്ടല്ലേ? അതും ചേട്ടൻ തന്നെ. അത് അവരും യുദ്ധഭൂമി തന്നെ അവിടെ. ഉടനെ വരും. അവര് രക്ഷപ്പെട്ടോ? അവര് ഇന്ത്യൻ എംബസിയായിട്ട് രക്ഷപ്പെട്ടിട്ടില്ല. അവര് ഇപ്പോഴും അവിടെ തന്നെ, ഉക്രൈനിൽ തന്നെ. അവിടെ കാര്യം എങ്ങനെയെങ്കിലും ചെയ്യണം എന്ന് വെച്ചാൽ എപ്പോഴും എന്ത് സംഭവിക്കാം. അപ്പൊ അവരിതുവരെ ഇന്ത്യൻ എംബസിയായിട്ട് വന്നിട്ടില്ല? ഇല്ല. അപ്പൊ അവരെ അവിടെ നിന്ന് രക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടോ, നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അവര്. അറിയില്ല, എത്രയും പെട്ടെന്ന് അവരെ കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ ഏത് നിമിഷം എപ്പോഴും അവരെ വാറിന് കൊണ്ടുപോകും, പറയാൻ പറ്റത്തില്ല. അമ്മയാണല്ലേ? എന്ത് പറയുന്നു? മകൻ വളരെ സുരക്ഷിതനായി എത്തിയിട്ടുണ്ട്. ഇനി രണ്ടുപേരും അവരെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള, എത്രയും പെട്ടെന്ന് അവരെ നാട്ടിലെത്തി. അതെന്ന് വെച്ചാൽ അവർ അത്രയ്ക്കും കണ്ടീഷൻ മോശനിലാണ് അവർ നിൽക്കുന്നതെന്ന് പറയുന്നു. മോനെ കൊണ്ടുകൊണ്ടതിന് വളരെ വളരെ എല്ലാ ചാനൽ മുരളീധരൻ സാറിന് എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും നന്ദി. ഇത് ജോലി എന്ന് പറഞ്ഞ് പോകുന്നതാണ്, സെക്യൂരിറ്റി ജോലി എന്ന് പറഞ്ഞാണ് പോകുന്നത്. നമ്മളതൊന്നും അറിയുന്നില്ല. ഇല്ല, സെക്യൂരിറ്റി ജോലി എന്ന് പറഞ്ഞാൽ മക്കളെ കൊണ്ടുപോയത് പറ്റിച്ച് പ്രിയന്റെ വഴിയാണ് കൊണ്ടുപോയത്. അവിടെ പോയപ്പോഴാണ് യുദ്ധഭൂമി എന്ന് പറയുന്നത് മോൻ്റെ ഇങ്ങനെ അപകടം പറ്റിയാണ് വീട്ടിലറിഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ അറിയത്തില്ലായിരുന്നു. വളരെ വളരെ നന്ദി എല്ലാവർക്കും. ഏതായിരുന്നാലും ജീവൻ തിരികെ കിട്ടി, അതിന്റെ ഒരു ആശ്വാസത്തിലാണ് പ്രിൻസിന്റെ കുടുംബവും. ആ നിലയ്ക്ക് തന്നെയാണ്. ഇനിയും രണ്ടുപേർ അവിടെ നിന്ന് മോചിതരായി വരേണ്ടതുണ്ട്. രണ്ടുപേരാണ് നാട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ നമുക്ക് തദേദൂസ് എന്ന നാട്ടുകാരനോട്, ഇദ്ദേഹമാണ് ഇവിടെ മോചനത്തിന് വേണ്ടിയൊക്കെയും സർക്കാർ തലത്തിലേക്കും പ്രവർത്തിച്ചത്. ഇത് എങ്ങനെയായിരുന്നു ചേട്ടാ, ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം എങ്ങനെയായിരുന്നു? പരിശ്രമം എന്ന് പറയുന്നത്, ഇത് നമുക്ക് നേരത്തെ തന്നെ ന്യൂസ് ഉണ്ടായിരുന്നു അതിനകത്ത്. ന്യൂസ് നമ്മുടെ നാട്ടിലുള്ളവർ ആരെങ്കിലും ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. യാദർശികമായിട്ടാണ് ഈ പ്രിൻസിന്റെ അമ്മയും അച്ഛനും വന്ന ഈ വിഷയം എന്റെ അടുത്ത് അവതരിപ്പിക്കുകയും അവതരിപ്പിച്ചതിന് ശേഷം തന്നെ അവരോട് പറഞ്ഞു നമുക്ക് ഇതിന്റെ അടിയന്തരമായ നടപടികൾ ചെയ്യാം എന്നുള്ള എന്റെ ഭാഗത്തു നിന്ന്. കാര്യം ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എങ്കിലും എന്റെ ഭാഗത്തു നിന്നുള്ള സുഹൃത്ത് ബന്ധത്തിലൂടെയാണ് ഈ രീതിയിലുള്ള ഒരു നീക്കുപോക്ക് നടത്തുകയും ഇവർക്ക് നിവേദനമൊക്കെ എവിടെ കൊടുക്കണം, ആരെയൊക്കെ സമീപിക്കണം ഇതിന്. അപ്പോൾ അതിനുവേണ്ടിയാണ് പള്ളിയിലെ അച്ഛനടക്കം ഈ പറഞ്ഞ MP, MLA, നമ്മുടെ മന്ത്രി, സംസ്ഥാന എന്താണ് കേരള സർക്കാരിന്റെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മുരളീധരൻ സാറിനുമൊക്കെ കൊടുക്കാൻ വേണ്ടി വിളിച്ചു. അതിനനുസരിച്ച് ഒരു വക്കീലിനെ കാണാനുള്ള നിയമം എടുക്കുന്നു. വക്കീൽ അതിനുള്ള പേപ്പറുകൾ തയ്യാറാക്കുന്നു. എല്ലാവർക്കും നിവേദനം തയ്യാറാക്കി സെപ്പറേറ്റ് തന്നെ നിവേദനം തയ്യാറാക്കി എല്ലാവർക്കും കൊടുക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇവർ 4 പേരെന്നുള്ളതാണ് മലയാളികളായിട്ടുള്ളത്. കൂടുതൽ പേരുള്ളതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? അല്ല, അത് പ്രിൻസ് അവിടെ നിൽക്കുമ്പോൾ തന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ പ്രിൻസ് പറഞ്ഞത് അതിനകത്ത് ഏതാണ്ട് 4 മലയാളികൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഉത്തരേന്ത്യക്കാരെന്നുള്ളതാണ് അറിവ്. ഇന്ത്യക്കാരുണ്ട്, ഏതാണ്ട് 150-ന് മുകളിൽ ആൾക്കാരുണ്ടെന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ മലയാളികളായിട്ട് നമുക്ക് നിലവിൽ ഇപ്പോൾ കിട്ടിയ എന്ന് പറഞ്ഞാൽ ഈ 4 പേരും മാത്രമാണ്. ആ നിലയ്ക്കാണ്. ഏതായിരുന്നാലും 2 പേർ നാട്ടിലെത്തി. ഇനിയും 2 പേർ കൂടി വരാനുണ്ട്. മറ്റ് ഇന്ത്യക്കാർ കൂടി അവിടെ ഉൾപ്പെട്ടിട്ടുള്ളതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരും എത്രയും പെട്ടെന്ന് സുരക്ഷിതരായി എത്തട്ടെ. അരുൺ പാലോടിനൊപ്പം BV വിനോദ്, News 18, തിരുവനന്തപുരം.